നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ബ്രസീലിയൻ ഫുട്ബോൾ ടീമിന് മേലുള്ള വലിയൊരു ഭീഷണി ഇപ്പോൾ മാറിയിരിക്കുകയാണ്. ഫിഫ ബ്രസീലിനെ വിലക്കിയേക്കും എന്ന തരത്തിലുള്ള ഒരു ഭീഷണി, ഒരു ത്രെട്ട് ഫിഫ തന്നെയാണ് CBFന് അറിയിച്ചത്. ഫിഫയും കോൺമെബോളുമാണ് അത് അറിയിച്ചത്. അതിൻ്റെ കാരണം നമുക്കറിയാം. മെർണാൾഡോ റോഡ്രിഗസിനെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് കോടതി വിധി പ്രകാരം നീക്കിയിരുന്നു. ഫിഫയുടെ റൂൾ അനുസരിച്ച് തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ഒരിക്കലും അനുവദിക്കില്ല. അപ്പം ഇലക്ട് ചെയ്തൊരു പ്രസിഡന്റിനെ കോടതി ഇടപെട്ട് നീക്കുന്നത് ഫിഫയുടെ റൂളിന് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ ബ്രസീലിനെ എല്ലാ തരത്തിലുള്ള ഇന്റർനാഷണൽ കോമ്പറ്റീഷനുകളിൽ നിന്നും വിലക്കും എന്നുള്ള മുന്നറിയിപ്പാണ് ഫിഫ നൽകിയിരുന്നത്. അത് വളരെ പെട്ടെന്ന് തന്നെ ബ്രസീലിനെ എഫക്റ്റ് ചെയ്യും. കാരണം ഈ മാസം അവർക്ക് പ്രീ ഒളിമ്പിക്സ് മത്സരങ്ങൾ കളിക്കാനുണ്ട്, ഒളിമ്പിക് ക്വാളിഫയർ കളിക്കാനുണ്ട്. ആ മത്സരങ്ങളിൽ നിന്ന് പോലും അവർ പുറത്താവുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഫിഫ തന്നെ പറയുന്നു പ്രശ്നങ്ങൾ പരിഹരിച്ചിരിക്കുന്നു, കാര്യങ്ങൾ നോർമലായിരിക്കുന്നു എന്ന്. കാരണം നമുക്കറിയാം, മെർണാൾഡോ റോഡ്രിഗസിനെ വീണ്ടും പ്രസിഡന്റായിട്ട് അവരോധിച്ചിരിക്കുകയാണ്. ബ്രസീലിലെ കോടതി അദ്ദേഹത്തിനെ വീണ്ടും ആ സ്ഥാനത്തേക്ക് തന്നെ നിയമിക്കുന്നു. അത് പക്ഷേ ഒരു ഇനീഷ്യൽ ഡിസിഷൻ മാത്രമാണ്. ഇനി ഒരു ഫൈനൽ ഡിസിഷൻ വീണ്ടും ഒരു മുൻകൂട്ടി ഇപ്പം തീരുമാനിച്ചിട്ടുള്ള ഡേറ്റ് എങ്കിലും കുറേ ജഡ്ജിമാരിരുന്ന് തീരുമാനമെടുക്കാനുണ്ട്. തൽക്കാലത്തേക്ക് വീണ്ടും അദ്ദേഹം തിരികെ എത്തുമ്പോൾ ബ്രസീലിന്റെ മേലുള്ള ആ ഒരു ത്രെട്ടും അവസാനിക്കുകയാണ്. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫിഫയുടെ ലീഗൽ ഡയറക്ടറായിട്ടുള്ള എമിലിയോ ഗാർസിയ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുകയുണ്ടായി. ഫുട്ബോള് അതിൻ്റെ ഒരു ഓട്ടോണമി അഷ്വർ ചെയ്യപ്പെടുമ്പോൾ തീർച്ചയായിട്ടും ബ്രസീൽ ടീമുകൾക്ക് ഇന്റർനാഷണൽ കോമ്പറ്റീഷനുകൾ കളിക്കാൻ കഴിയും. അവരിപ്പം സെലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള എല്ലാ കോമ്പറ്റീഷനുകളിലേക്ക്, അത് ക്ലബ്ബുകൾക്കാണെങ്കിലും അതുപോലെ തന്നെ ദേശീയ ടീമിനാണെങ്കിലും കളിക്കാൻ പറ്റും. അപ്പോൾ ബ്രസീലിൽ ഫുട്ബോൾ റീഎസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുകയാണ് എന്ന് ഇന്നലെ വളരെ കൃത്യമായിട്ട് ഫിഫയുടെ ഭാഗത്ത് നിന്ന് കാര്യങ്ങൾ പറയുകയുണ്ടായി. CBF തന്നെ ഈ ഒരു വീഡിയോ പങ്കുവെക്കുകയുണ്ടായി. അതിൽ കൃത്യമായിട്ട് ഇപ്പോൾ ഗാർഷ്യ പറയുന്നുണ്ട്, ഞങ്ങൾ റിലീവ്ഡ് ആണ് ഈ ഒരു വിഷയത്തിൽ. സുപ്രീം കോടതിയുടെ തീരുമാനം, മെർണാൾഡോ റോഡ്രിഗസിനെ വീണ്ടും പ്രസിഡന്റായിട്ട് വെക്കാനുള്ള തീരുമാനം, അതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. ആ ഒറിജിനൽ സിറ്റുവേഷനിലേക്ക് തിരികെ എത്തിയിരിക്കുന്നു. ബ്രസീലിയൻ സോക്കർ അതിനെ എലക്ട് ചെയ്തിട്ടുള്ള ആ ഒരു പ്രസിഡന്റിന്റെ കീഴിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. കാര്യങ്ങൾ നോർമലായിരിക്കുന്നു എന്ന് പറയുമ്പോൾ ബ്രസീലിയൻ ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ലോകത്തെമ്പാടുമുള്ള ആരാധകർക്കും അതൊരു ആശ്വാസമാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്.